ഹായ്, നമസ്കാരം. ഞാൻ വട്ടിയൂർ സന്തോഷ് കുമാർ. ഞാനിന്നൊരു പുതിയ വീട്ടിലേക്ക് വന്നത് ഈ നമ്മുടെ ഇപ്പം ഞാൻ നിൽക്കുന്ന PMGയിലാണ്. ഇവിടെ ഒരു തട്ടുകടയാണ്. ഈ തട്ടുകടയിൽ ഇരിക്കുന്ന പ്ലാസ്റ്റിക് കവറൊക്കെ അവർ എടുത്തുകൊണ്ട്, അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചത് ഈ പ്ലാസ്റ്റിക് കവർ എടുത്തുകൊണ്ട് പോകുന്നത് എന്നിട്ട് 5000 രൂപ ഫൈൻ. ഒരു 10-50 പ്ലാസ്റ്റിക് കവർ എടുത്തുകൊണ്ട് പോകാൻ 5000 രൂപ ഫൈനാണ്. ഈ 5000 ഫൈൻ കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ചാലയിൽ ഇത് വിൽക്കുന്ന കട നിങ്ങൾക്ക് പൂട്ടിയപ്പോൾ അത് നമ്മുടെ ആവശ്യമല്ല. നിങ്ങൾ കടയിൽ നിന്ന് സാധനം മേടിച്ച് ഇവിടെ കൊണ്ട് വിൽക്കുമ്പോൾ നമ്മൾ അത് വന്ന് എടുത്തിട്ട് 5000 രൂപ ഫൈൻ അടിക്കും. പാവപ്പെട്ടവർ ജീവിക്കാൻ നടക്കുന്ന ഒരു ദിവസം അഥവാ ഒരു ദിവസം മൊത്തം കച്ചവടം നടത്തിയാൽ തന്നെ ഒരു 5000 രൂപ കിട്ടുമോ? അവരൊക്കെയാണ് ഇവർ ദ്രോഹിക്കുന്നത്. ഞാൻ കാണിക്കാം വീഡിയോ. ഈ കാണുന്ന ഈ തട്ടുകടയാണ് ഈ പറയുന്ന അവർ പറയുന്ന വളരെ ഗുരുതരമായ വീഴ്ച പറ്റിയിരിക്കുന്നത്. ഈ തട്ടുകടയിൽ വലിയ കുഴപ്പമില്ലാത്ത ഫുഡാണ് കൊടുക്കുന്നത്. മിക്കവാറും ഞാനിവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. ഇവിടുത്തുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള ഈ PMG ഭാഗത്തൊക്കെയുള്ള ഒത്തിരി പേര് ഇവിടെ നിന്ന് ആഹാരം മേടിക്കുന്നതാണ്. PMG മാത്രമല്ല, ഇവിടെ ഒത്തിരി ആൾക്കാർ. ഇവർക്കിത് എന്തിൻ്റെ കടയാണ്? രാത്രി വന്ന് പാവങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട കാര്യമാണ്. കാര്യം കുറച്ച് കവർ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കവർ എടുത്തിട്ട് 5000 രൂപ ഫൈനാണ്. അതൊരു തെറ്റായ നടപടിയല്ല. പിന്നെ ആ കവറൊക്കെ നിരോധിച്ചാൽ പോലെ. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നമ്മുടെ കാര്യമല്ല, അത് നോക്കേണ്ട കാര്യമില്ലെന്ന്. പിന്നെ ഒരു മിനിറ്റ്, ഈ പ്ലാസ്റ്റിക് കവറേ നിരോധിച്ചാൽ പോരെ? ചാലയിൽ നിങ്ങൾ വാങ്ങിക്കുന്ന കാര്യം ഒരു ദിവസത്തെ പൈസ മുഴുവൻ മറ്റേ വയനാടിന് കൊടുക്കുകയാണ്. 5000 ഒരു എത്ര കവർ? 50 കവർ ആണോ? ഇത്ര ക്രൂരതയാണ്. വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. ഇതിനോട് യോജിക്കുന്നുണ്ടോ? കവർ വിൽക്കുന്ന കട കൂട്ടിയാൽ പോരെ? ജനമാണ് പ്രതികരിക്കുന്നത്. 5000 ഫൈന് യോജിക്കുന്നില്ല. ഇവിടെ നിൽക്കുന്നൊരു താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അതെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. കുറച്ച് കവർ കൊടുക്കാൻ വേണ്ടി വെച്ചെങ്കിൽ ക്യാരി ബാഗ് അത് എടുക്കുന്നതിന് 5000 രൂപ ഫൈന് ന്യായമായ കാര്യമാണോ? ആ കട അങ്ങ് പൂട്ടിയാൽ പോരെ? അല്ലേ, വിൽക്കുന്ന കടകൾ പൂട്ടിയാൽ പോരെ? എന്ത് പറയുന്നു? ആ പാവപ്പെട്ടവൻ ജയിക്കാതിരിക്കുന്ന 5000 രൂപ ഫൈൻ അടിക്കുന്നത് ശരിയായ കാര്യമാണോ? വിൽക്കുന്ന കട പൂട്ടിയാൽ പോരെ? അവരോട് ചോദിക്കാൻ പറ്റില്ല. ഞാൻ ഇടയ്ക്ക് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പറ്റത്തില്ല, അവർ ആൻസർ ഒന്നും പറയത്തില്ല. എനിക്കെന്ത് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ എന്തായാലും 5000